ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LP-UP ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും പ്രൊഫൈലിൽ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യേണ്ട മെസ്സേജ് വരാനുള്ള സമയം അടുത്തിട്ടുണ്ട്. അപ്പോൾ LP-UP സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. വയസ്സ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, NCLC സർട്ടിഫിക്കറ്റ് എന്നും പറയും. അത് OBC വിഭാഗത്തിലുള്ളവർക്കാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടത്. കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് കാസ്റ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്. അടുത്തത് ID കാർഡുകളാണ്. നമ്മൾ വോട്ടർ IDയും ആധാറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളാണ് PSCയിലെ വെരിഫിക്കേഷൻ ഓഫീസർ നമ്മൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുമായിട്ട് പോകുമ്പോൾ ഒത്തുനോക്കുന്നത്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റ് ക്ലിയർ അല്ല എങ്കിൽ വൺ ടൈം വെരിഫിക്കേഷൻ സമയത്ത് സർട്ടിഫിക്കറ്റുകൾ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായേക്കാം. അതുകൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ നമ്മുടെ ഫുൾ നെയിം ഉണ്ടായിരിക്കണം. അതായത് SSLC സർട്ടിഫിക്കറ്റിലേതുപോലെ തന്നെ ആയിരിക്കണം നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവേണ്ട നെയിം. അതുപോലെ തന്നെ അച്ഛൻ്റെ പേര് അതിൽ എഴുതിയിരിക്കണം. SSLC ബുക്കിലെ തന്നെ അഡ്രസ്സ് എഴുതിയിരിക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയിട്ടാണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതെങ്കിൽ അവിടെ ഇഷ്യൂ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ സീലും സ്ഥാപനത്തിൻ്റെ സീലും ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയിരിക്കണം. പിന്നീട് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ക്ലിയർ ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ട സാധ്യത വരുന്നതാണ്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നീട് സർട്ടിഫിക്കറ്റിൻ്റെ മുഴുവനായിട്ടും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാ ഒറിജിനൽ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യണം. അതായത് സെമസ്റ്റർ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, അതുപോലെ അവസാനത്തെ സെമസ്റ്റർ വരെയുള്ള എല്ലാ ഒറിജിനൽ മാർക്ക് ലിസ്റ്റും അപ്ലോഡ് ചെയ്യണം. അവസാന സെമസ്റ്ററിൽ കിട്ടിയ കൺസോളിഡേറ്റഡ് മാർക്ക് ലിസ്റ്റ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്ത് ഇരിക്കണം. ID പ്രൂഫ് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ പ്രധാനമായിട്ടും വോട്ടർ IDയും ആധാർ കാർഡും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ആധാർ കാർഡ് നമ്മുടെ പ്രൊഫൈലുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതെന്തായാലും വെരിഫൈ ചെയ്യും. അതുകൊണ്ട് വോട്ടർ IDയും ആധാർ കാർഡും നമ്മൾ അപ്ലോഡ് ചെയ്യണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്നാണോ നമ്മൾ ഡിഗ്രി പാസ്സായത് ആ വർഷം, മാസം എന്നിവ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടുത്തത് വെയിറ്റേജ് സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതും അപ്ലോഡ് ചെയ്യുക. ഏതെങ്കിലും തരത്തിലുള്ള വെയിറ്റേജ് ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ജവാൻ്റെ ഭാര്യ, അതുപോലെ തന്നെ NCC അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ അതും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നീട് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയുള്ളവർ അത് പറഞ്ഞ് മേടിക്കുക. വില്ലേജ് ഓഫീസിൽ പോകുന്ന സമയത്ത് PSCയിലേക്കാണ് എന്ന് പറഞ്ഞ് തന്നെ മേടിക്കുക. കാരണം പല ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റുകൾ ഉണ്ട്. നിങ്ങൾ കേരള PSCയിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ആണ് എന്ന് പറഞ്ഞ് തന്നെ
മേടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നീട് വോട്ടർ ഐ ഡിയും ആധാർ കാർഡും ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പേരിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട് എങ്കിൽ നമ്മൾ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റും കൂടി മേടിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. പേരിൽ എന്തെങ്കിലും ചിലർക്ക് വ്യത്യാസമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങനെയുള്ളവർ 1 ആൻഡ് സെയിം സർട്ടിഫിക്കറ്റും കൂടി മേടിച്ചു വെച്ചതിന് ശേഷം മാത്രം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിനുള്ള ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓൾ ദി ബെസ്റ്റ്.